என் பேரு ஜார்ஜ் டேவிட். இங்க என்ன പഠിக்கிறதுக்கு വന്നു സർ ഓടെ ഒരു 5 മിനിറ്റ് ഒരാളോട് വരാനുണ്ട്. സാറ് ഭയങ്കര ചൂടിലാന്ന് തോന്നല്ലോ. ഇവിടെ സിന്നുല്ലേ? ഇത്ര നേരം എന്നല്ലോടാ വെയിറ്റ് ചെയ്യണത്? 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട്. എടാ ലേറ്റായിപ്പോയി, നീ ഒന്ന് ക്ഷമിക്ക്. പിന്നെ പിന്നെ എന്താണ്, എന്തിനാ വിളിച്ചത്? പോയിട്ടൊരു പണികളാണ്. നിനക്കെന്ത് പണി? റേഷൻ കടയിൽ വല്ല പോണോ? വെറുതെ വീട്ടിലിരുന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇമാതിരി ഊള കോമഡി പറഞ്ഞാണ്ടല്ല. എടി ഇന്നലെ ഞങ്ങൾ ട്രിപ്പ്. ഓ, അതിന്നായിരുന്നല്ലേ. ചുമ്മാതല്ല മോനെ, എന്നും ഇല്ലാത്തൊരു തിരക്ക്. അതൊക്കെ പോട്ടെ, 3 ദിവസമല്ലേ നിന്റെ ട്രിപ്പ്? പാക്കിംഗ് ഒക്കെ എന്തായി? ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചതാ, അപ്പോഴല്ലേ. ആ, എന്താ നീ വിളിച്ച കാര്യം പറ. അത് വേറൊന്നുമല്ല, അടിപൊളി ത്രെഡ് കിട്ടിയിട്ടുണ്ട്. അതായിരുന്നു. നിനക്കെന്താ കേട്ടിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തോട്ട്? എടി, നീ കഴിഞ്ഞ തവണത്തെ പോലെ ഈ സോംബി അപ്പോക്കലിപ്സ്, ഏലിയൻ ഇൻവെൻഷൻ, ഇമാതിരി സാധനമൊക്കെ ഇട്ട് മനസ്സിലാക്കില്ല, ഓട്ടിക്കുന്ന. അത് പിന്നെ ക്യാഷ് എടുക്കാൻ നല്ലൊരു പ്രൊഡ്യൂസർ ഇട്ടെ, സ്പോട്ടിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നീ നോക്കിക്കോ. എന്റെ പൊന്നടാ, നീ കേൾക്കുന്നു പ്ലീസ്. ഫസ്റ്റ് നീ കഴിക്കാൻ ഓടെ അയ്യോ, ഫുഡ് കഴിച്ചുകൊണ്ട് കഥ പറഞ്ഞാൽ ഒരു ഫീൽ വരില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ആ, ഒരു കാർഡ്. സാറ, ഇന്നേക്കൊരു വർഷമാകുന്നു അവളുടെ അജുവിനെ കാണാതായിട്ട്. എല്ലാവരും പ്രതീക്ഷ വിട്ടിട്ടും മറന്നിട്ടും അവൾ ഇപ്പോഴും ഓർക്കുന്നു, വിശ്വസിക്കുന്നു അവൻ ജീവനോടെ തന്നെ ഉണ്ടെന്ന്. ഈ യാത്ര അവനെ തേടിയാണ്.
ഇതേപോലത്തെ കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ എവിടെ നിന്ന് കോപ്പി അടിച്ചു? പോടാ, ഇതെന്റെ സ്വന്തം ഭാവനയാ. ആ ആ എന്നിട്ടും ആക്കിയോ? എന്നിട്ടെന്താ, അവളെ സ്വപ്നത്തിൽ ഞെട്ടി എണീക്കുന്നു. കഷ്ടം. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതേപോലത്തെ കഥയൊന്നും നീ പറയരുത്. നീയല്ലേ പറഞ്ഞത് ഏലിയനും സോംബിയൊന്നും വേണ്ടെന്ന്? ഇതൊരു മിസ്റ്ററി ഇമോഷൻ ത്രില്ലറാ. ഓ, ഈ കഥയൊക്കെ ഉണ്ടാകണമെങ്കിലേ ഒരു കഴിവ്, ദൈവം സഹായിച്ചു നിനക്ക് ആ കഴിവില്ല. എടി ഇതിൽ ഇവിടെ യൂത്തിന്റെ പൾസ് എവിടെ? യുവതലമുറ എങ്ങനെ ഏറ്റെടുക്കും? എന്താ നിന്റെ പ്രശ്നം അറിയാം? നിനക്ക് ഭാവനയില്ല. ഓഹോ, എന്നാ നിന്റെ ഭാവനയുടെ കഥ ഞാൻ ഒന്ന് കേക്കട്ടെ. ആ കേട്ടോ, ഒരു കോളേജ്, ഐശ്വര്യ എന്നാണോ എൻ്റെ വിചാരം? ഭയങ്കര ലിപ്സ്റ്റിക്ക് പഠിക്കാൻ തന്നെയാണ് കോളേജിലോട്ട് വരുന്നത്. ഓവർ മേക്കപ്പ്, കൺമഷി, കമ്മലും പഠിക്കാൻ തന്നെയാണോ കോളേജിലോട്ട് വരുന്നത്? അവളൊന്നും മിണ്ടില്ലെന്ന് തോന്നുന്നു. ഊമയാണ്. നോക്കണ പോലും ഇല്ല. അതെ, പിന്നെ തലയിൽ നീ പൊന്തിച്ചൊക്കെ വെച്ചേക്കുന്നത് സ്റ്റൈലാ. വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ മുക്കുത്തി ഇതൊക്കെ ഇട്ടിട്ടൊന്നും ഇവിടെ വരാൻ പറ്റില്ല. പിന്നെ ഇവിടെ അതിന്റെ കൂടുതൽ ഓറൊക്കെ നിൽക്കണ്ട. എന്ത് ക്വസ്റ്റ്യൻ പറയും? ബാക്കി ഞാൻ പറയാം. അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു, വീട്ടുകാരറിയുന്നു, ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കുന്നു. ഇതാണോടാ നിന്റെ ഭാവന? അവിടെയാണ് നീ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. പുള്ളി വാക്കിലെത്തി പെട്ടെന്ന് അവൾക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നു, അവൾ മരിക്കുന്നു, അവൻ ഡിപ്രഷനിലാവുന്നു, പെട്ടെന്ന് വേറൊരു വെച്ച് വരുന്നു, അവനുമായിട്ട് സെറ്റ് ആവുന്നു, അവൾ അവനെ ഉറക്കുന്നു. അയ്യേ, ഇത് പ്രേമത്തിന്റെ കഥയല്ലേ? എന്ത് പൊട്ടക്ലീശ കഥയാടാ ഇത്? നീയല്ലടി പറഞ്ഞത് കഥ പറയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നത്. നിന്റെ കഥ ഇത് എഫക്റ്റ് ചെയ്യത്തില്ലടാ. ആണല്ലേ, എന്നാലും പഠിക്കും മോളോട് ഫുഡ് വെച്ചിരിക്കും കേട്ടാ. ഞാൻ പോലേടാ. ഓടി. ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ്. എന്താണ് സാർ, ഇപ്പോഴും ദേഷ്യത്തിലാണോ? എന്നോടൊന്ന് ക്ഷമിക്കടാ. എടാ, ഞാനില്ലേ നീ പറഞ്ഞ കഥയും എൻ്റെ കഥയും കൂടി മിക്സാക്കി. സംഭവം കൊള്ളാം. നിന്റെ കഥയിലെ നായകനാണ് എൻ്റെ നായികയെ രക്ഷിക്കുന്നത്. സാറ ഒരു ഇൻട്രോവേർട്ടാണ്. അവൾക്കങ്ങനെ ആരും കൂട്ടുകാരില്ല. അവളും ആരോടും മിണ്ടാറില്ല. അന്ന് അവളെ സീനിയേഴ്സ് റാഗ് ചെയ്തപ്പോൾ അജുവായിരുന്നു അവളെ രക്ഷിച്ചത്. അവൾക്ക് വേണ്ടി ആദ്യമായാണ് ഒരാൾ മുന്നിട്ട് നിൽക്കുന്നത്. അജു അവളുടെ സീനിയറാണ്. അങ്ങനെ അവൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവനോട് പയ്യെ ഇഷ്ടം തോന്നി തുടങ്ങി. ആ അനുഭവം അവൾക്ക് ആദ്യമായിരുന്നു.
പിന്നെ അവൾ അറിയുന്നത് അജുവും സീനിയേഴ്സുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി എന്നാണ്. അതിനുശേഷം അവൾ കേൾക്കുന്നത് അജുവിനെ കാണാതായി എന്ന വാർത്തയാണ്. ഇത് നമ്മുടെ നായികയുടെ ബാക്ക് സ്റ്റോറി ഡെവലപ്പ് ചെയ്തതാ. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം നടക്കുന്നത്. തനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ റിപ്ലൈ താ. അതിരപ്പള്ളിയിലോട്ട് യാത്ര പോയ യുവസംഘം വന്യമൃഗാക്രമണത്തിൽപ്പെട്ടു. 3 പേർ അതിശയകരമായി രക്ഷപ്പെട്ടു. ഒരാൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുന്നു.